മനോരമയുടെ ബേജാറ് കലശലാകുന്നുണ്ട്. മന്ത്രിസഭാ വാർഷികത്തിന്റെ ഭാഗമായി ജില്ലകൾ തോറും സംഘടിപ്പിക്കുന്ന പരിപാടികൾക്ക് തുക വിനിയോഗിക്കുന്നത് വലിയ ധൂർത്താണെന്ന മട്ടിലാണ് മനോരമ കഥകൾ തട്ടിവിടുന്നത്. 14 ജില്ലകളിലും സംഘടിക്കപ്പെടുന്ന പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന പരിപാടികൾക്ക് ഫണ്ട് നീക്കിവെക്കുന്നത് ഭരണ നടപടിയാണ്. എന്നാൽ മന്ത്രിസഭയുടെ വാർഷിക പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ചരിത്രത്തിലെ ആദ്യ സംഭവം എന്ന നിലയിലാണ് മനോരമ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണ നവകേരള സദസ്സ് സംഘടിപ്പിച്ചപ്പോഴും മനോരമയ്ക്ക് ക്രിമികടിയായിരുന്നു. അന്ന് KSUക്കാരെയും യൂത്ത് കോൺഗ്രസുകാരെയും അക്രമ സമരത്തിനിറക്കി വിട്ടതും ഇതേ പത്രം. ഇപ്പോഴിതാ വീണ്ടും മനോരമയ്ക്ക് ഉറക്കം കെട്ടിരിക്കുന്നു. മൂന്നാം LDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന്റെ സാധ്യതകൾ തെളിഞ്ഞതോടെ മനോരമയ്ക്ക് സകല നിയന്ത്രണവും വിട്ടിരിക്കുകയാണ്. ഇവർ വിസ്മരിക്കുന്നത് ഉമ്മൻചാണ്ടി ഭരണകാലമാണ്. അക്കാലത്ത് ജനസമ്പർക്ക പരിപാടി എന്ന പേരിൽ ജില്ലകൾ തോറും മാമാങ്കം നടത്തി കോടികൾ ധൂർത്തടിച്ചു. ആകെ നടന്നത് ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ധനസഹായ വിതരണം മാത്രം. അതിന്റെ പ്രചാരണത്തിനും ഒരുക്കങ്ങൾക്കും കോടികൾ ധൂർത്തടിച്ചപ്പോൾ മനോരമയ്ക്ക് അത് ജനകീയോത്സവം. അതിന്റെ 10 മടങ്ങ് പ്രശ്നങ്ങൾ പരിഹരിച്ച നവകേരള സദസ്സിനെതിരെ പ്രചാരവേല. ഇപ്പോഴിതാ വീണ്ടും മനോരമയുടെ കലിപ്പ്. ഈ കുശുമ്പിനും കുന്നായ്മയ്ക്കും മരുന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു.